ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ 6th സെമസ്റ്ററിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ടെക്സ്റ്റിനെ കുറിച്ചിട്ട് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ദാറ്റ്സ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. Operation management is an important discipline to any organization that strives for achieving competence in the fast changing business scenario. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ബിസിനസ് സിനാരിയോസ് എന്ന് വെച്ചാൽ ഇന്നത്തെ ബിസിനസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അത് മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫാസ്റ്റ് ചേഞ്ചിങ് ബിസിനസ് സിനാരിയോയിൽ കോമ്പിറ്റൻസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ മാക്സിമം ലെവലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലപോലെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ അവർക്ക് ഡിസൈഡ് ആയിട്ടുള്ള മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവരെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന കുറച്ച് ഡിസിപ്ലിൻ, ശ്രദ്ധിക്കുക, ഡിസിപ്ലിൻ ആണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദി എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഡിസൈഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഓർഗനൈസേഷന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിസൈർ ആയിട്ടുള്ള ഔട്ട്പുട്ടാക്കി മാറ്റുന്ന, ആ ട്രാൻസ്ഫോർമേഷനെ എഫിഷ്യൻ്റ് അതുപോലെ ഇഫക്റ്റീവ് ആക്കി മാറ്റുന്ന ഒരു ഫങ്ഷനാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ്, ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു ബിസിനസ്സുകാരൻ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ ഇൻപുട്സ് എന്ന് പറയുന്നത്. ആ ഇൻപുട്സിനെ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആക്കാനാണ് നോക്കുന്നത്, എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്കി മാറ്റാനാണ് നോക്കുന്നത്. അത് എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ആ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. Operations are responsible for supplying the product or services of an organization. ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്റ്റും സർവീസസൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആ ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് ഡിസൈർ ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസസും എന്ത് കൊടുക്കുക, സപ്ലൈ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, അതാണ് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഓപ്പറേഷൻ ക്യാൻ ബി സീൻ ആസ് ദി വോൾ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സും സർവീസസും പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനും നമുക്ക് എന്ത് പറയാം, ഓപ്പറേഷൻസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു ഡിസൈർ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷനുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓപ്പറേഷൻസ് ആഡ് വാല്യൂ. ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മസ്റ്റ് ബി വർത്ത് മോർ കസ്റ്റമർ ദാൻ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഒരു കമ്പനി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അവരുടെ എന്ത് കൂടുന്നുണ്ട്, കസ്റ്റമറിൻ്റെ വർത്ത് കൂടുന്നുണ്ട്, അവരുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഫീച്ചറിൽ പറയുന്നത്. സെക്കൻഡ് ഫീച്ചറാണ് ടെക്നോളജി, ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദ പ്രൊഡക്റ്റ് ടെക്നോളജി ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു ഇംപ്രൂവ് ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ, ഒരു നോളജ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ഹൗ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഹാർഡ് ടെക്നോളജീസ് ആർ ബീയിങ് ഇൻ്റഗ്രേറ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമ്മുടെ ബിസിനസ്സിലെ നിലവിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സും മറ്റ് ഹാർഡ്വെയർസൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്തിൽ നോക്കുന്നത്, ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജിൽ നോക്കുന്നത്. ഒരു ഓപ്പറേഷൻസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് ഫീച്ചേഴ്സ് ആയിട്ട് ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് വന്നത്. തേർഡ് ഫീച്ചറാണ് കമ്പയറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
വി ഹാവ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടാഞ്ചിബിൾ പ്രൊഡക്റ്റിനെ അതുപോലെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, തരംതിരിക്കാൻ പറ്റുന്നുണ്ട്. ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാനും സീൻ ചെയ്യാനും പറ്റുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഇമോഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക, ഗുഡ് വില്ല് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് അതൊക്കെ എന്താണ്, അത് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ആണ്. ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് മൂവ്ഡ്. നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യാനും പറ്റും, മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഗുഡ്സിനെ ടാഞ്ചിബിൾ ഒന്നും ഇൻടാഞ്ചിബിൾ ഒന്നും തരംതിരിക്കാൻ എന്ത് വഴി പറ്റുന്നുണ്ട്, ഓപ്പറേഷൻസ് വഴി പറ്റുന്നുണ്ട്. അതാണ് ഓപ്പറേഷൻസിൻ്റെ തേർഡ് ഫീച്ചർ. ഫോർത്ത് ഫീച്ചറാണ് ഓപ്പറേഷൻസ് ആൻഡ് ടീം വർക്ക്. ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് എ ടീം വർക്ക് ആൻഡ് ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ്. ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സിലെ ഒരു ടീം വർക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് ക്യാരി ചെയ്യുന്നത്. വെച്ചാൽ കൺസ്യൂമേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദ ഓപ്പറേഷൻസ് മസ്റ്റ് വർക്ക് ടുഗദർ വിത്ത് ദി അതർ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ടു ഗെയിൻ ബെസ്റ്റ് റിസൾട്ട്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നോക്കുന്നുണ്ട്, ഓപ്പറേഷൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷനിൽ പറയുന്നത്. ഫസ്റ്റ് ഫീച്ചറാണ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻസ് വഴി പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ഗുഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് വഴി പറ്റുന്നുണ്ട്. അതുപോലെ ഓപ്പറേഷൻസ് വഴി ഒരു ടീം വർക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിസിനസ്സിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആണ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പക്ഷെ ഒന്നും കൂടെ നോക്കുകയാണ് എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഷോർട്ടായിട്ട് OM എന്ന് പറയാറുണ്ട്. is a business function that plans, organize, coordinate and control the resources needed to produce a company's goods and services. ഒരു കമ്പനിയുടെ ഗുഡ്സും സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് റിസോഴ്സസ് അതിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്ന് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊരു കമ്പനി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനിക്കും എന്ത് അത്യാവശ്യമാണ്, ഒരുപാട് റിസോഴ്സസ് അത്യാവശ്യമാണ്, ഒരുപാട് റോ മെറ്റീരിയൽസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സുകളെ ഒക്കെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, എത്ര റിസോഴ്സസ് വേണമെന്ന് തീരുമാനിക്കുക, ആ റിസോഴ്സുകളെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ ആ റിസോഴ്സുകളെ എന്ത് ചെയ്യുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇറ്റ് ഇൻവോൾവ് മാനേജിങ് പീപ്പിൾ, എക്യുപ്മെൻറ്റ്, ടെക്നോളജി, ഇൻഫോർമേഷൻ ആൻഡ് മെനി അതർ റിസോഴ്സസ്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വെറും റിസോഴ്സസിന് മാത്രമല്ല മാനേജ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷനിലെ പീപ്പിളിനെയും എക്യുപ്മെൻറ്റിനെയും ടെക്നോളജീനെയും ഇൻഫോർമേഷനെയും മറ്റെല്ലാ റിസോഴ്സസിനെയും എന്ത് മാനേജ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഡെഫിനിഷനാണ്. റിച്ചാർഡ് ബി ചേസ് ഡിഫൈൻസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആസ് the design, operation and improvement of the production system that create the firm products or services. ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റും സർവീസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ വരുത്തുന്ന ഇംപ്രൂവ്മെൻറ്റ്സ്, അതിനെയാണ് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യുക, അതിനെയാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്നാണ് റിച്ചാർഡ് ബി ചേസ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഫേമിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് പ്രൊഡക്ട്സും സർവീസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നാണ് റിച്ചാർഡ് ബി ചേസ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഓപ്പറേഷൻ എന്ന് നോക്കി, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കി, ഓപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് നോക്കി, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഒരു മീനിങ് നോക്കി, ഡെഫിനിഷൻ നോക്കി. അപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ ഇൻപുട്ട് എന്നും എന്താക്കി മാറ്റുക, ഔട്ട്പുട്ടാക്കി മാറ്റുക. ആ പ്രോസസ്സുകളെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സുകളെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.